കൊള്ളാലോ, നമ്മൾ എത്തിക്കഴിഞ്ഞോ? വാവ്, എത്ര വലിയ കോട്ടയാ അല്ലേ? ഇവിടെ പിക്നിക്കിന് വന്ന എന്തായാലും ഉഗ്രനായി. അതെ അനന്തരവാ, ഫണ്ടൂഷ് നഗർ പിക്നിക്കിന് ഈ സ്ഥലം തന്നെ തെരഞ്ഞെടുത്തത് അടിച്ചു പൊളിക്കാൻ വേണ്ടിയല്ലേ? എന്റെ അമ്മോ, ഇത് കണ്ടിട്ടൊരു പ്രേത ബംഗ്ലാവ് പോലെ ഉണ്ടല്ലോ. ഇവിടെ പ്രേതോ ഭൂതോ എല്ലാം ഉണ്ടാവോ? അയ്യോ നോക്ക്, ആ കാവൽക്കാരൻ കിഴവൻ നമ്മളടുത്തേക്കാണല്ലോ വരുന്നത്. ഞാൻ പറയട്ടെ, അയാള് നമ്മളടുത്തേക്ക് വന്ന് നമ്മളെ വല്ലാതെ പേടിപ്പിക്കും. ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോകുന്നതാ നല്ലതെന്ന് പറയും. ഇതൊരു പ്രേത ബംഗ്ലാവാണ്. എന്തെന്നാ അമ്മാവ, വെറുതെ എന്തിനാ കുട്ടികളെ ഇങ്ങനെ പേടിപ്പിക്കണേ? വെൽക്കം. എത്ര കാലം കൂടിയാണ് ഈ കോട്ടയിൽ ആളനക്കം ഉണ്ടാകുന്നതെന്നറിയാവോ? ഞാനിവിടെ കാത്തിരിക്കുകയായിരുന്നു. ആരെങ്കിലുമൊക്കെ വരുന്നതും അവരെ സഹായിക്കുന്നതും എല്ലാം എനിക്കിഷ്ടമാണ്. അമ്മാവ കേട്ടില്ലേ? നിങ്ങൾ പറഞ്ഞത് തെറ്റായി. ഈ മുത്തശ്ശൻ നമ്മളെ എത്ര സന്തോഷത്തോടെയാ സ്വീകരിക്കുന്നത്. എല്ലാവരും വരൂ, നമുക്ക് അകത്തേക്ക് പോവാം. അതിരിക്കട്ടെ അനന്തരവാ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ പട്ടാപ്പകലെന്തിനാ ഈ റാന്തലും പിടിച്ചു നടക്കുന്നത്? അനന്തരവാ, പ്രേതം അവിടെ. അമ്മാവ, ആ മുത്തശ്ശൻ ഈ റാന്തൽ അമ്മാവന്റെ കയ്യിൽ ഏൽപ്പിച്ച് എന്തെങ്കിലും കാര്യത്തിന് പോയി കാണും. വാ, നമുക്ക് അകത്തേക്ക് പോവാം. ശരി, എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കൂ. പിന്നെ നമുക്ക് ഇവിടെ മൊത്തം കറങ്ങി കാണാം. പ്രേതം, പ്രേതം. അമ്മാവ, നിങ്ങൾ വീണ്ടും പ്രേതം പ്രേതം എന്ന് പറഞ്ഞ് നിലവിളിച്ചില്ലേ? എവിടെയാ പ്രേതം? അതാ സ്റ്റാച്യുവിന്റെ വായിലേക്ക് എന്റെ പ്ലേറ്റും ഭക്ഷണവും എല്ലാം തന്നെ തന്നെ പറന്നുപോയി. അമ്മാവ, നിങ്ങളൊരു ധൈര്യശാലിയാണെന്ന് ഞാൻ കരുതിയത്. ഇത്രയ്ക്ക് വലിയ ഭീരുവായിരുന്നോ? വരൂ, ഇനി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കോട്ടയൊന്ന് കറങ്ങിട്ട് വരാം. ഈ പ്രേതവും ആത്മാക്കളൊക്കെ ഓരോ കഥകളാ. വാന്നേ. സ്വർണ്ണ നാണയോ? ഹൈ, ദേ എനിക്ക് സ്വർണ്ണ നാണയം കിട്ടി. ഏ ബിട്ടു, ഈ നാണയം സർക്കാരിന്റെ സമ്പത്താണ്. കാരണം ഇത് കോട്ടയുടെ കോമ്പൗണ്ടിൽ നിന്നാണ് ലഭിച്ചത്. അതെങ്ങനെ സർക്കാരിന്റെ ആവും? കിട്ടിയത് എനിക്കല്ലേ, അപ്പൊ ഇതെനിക്കല്ലേ സ്വന്തമാവും? ഞാൻ പറഞ്ഞില്ലേ, ഇത് ശരിയല്ല. ഈ നാണയം ഉടനെ പോലീസ് മാഡത്തിനെ ഏൽപ്പിക്കാം. പോലീസ് മാഡം, പോലീസ് മാഡം. വേണ്ട വേണ്ട വേണ്ട, എന്റെ നാണയം ഞാൻ ആർക്കും കൊടുക്കില്ല, പോലീസിനും കൊടുക്കില്ല. എന്താ പറ്റിയ കൊച്ചേർക്ക? പോലീസ് മാഡം, ബിട്ടുവിന് ഒരു സ്വർണ്ണ നാണയം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ഓടി രക്ഷപ്പെടാണ്. താൻ തോന്നി ഓടി രക്ഷപ്പെട്ടെന്നോ? കോട്ടയ്ക്കകത്ത് വെച്ച് കാണാതായ പണി കിട്ടും. നടക്ക് നടക്ക്. മോനെ ബിട്ടു, വന്ന് നിക്കടാ. ആ നാണയം തിരിച്ചു കൊടുത്തേക്ക്. അനന്തരവാ, അനന്തരവാ. എന്റെ അനന്തരവാ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അവനിവിടെ ഉള്ളപ്പോ അനന്തരവൻ എന്ത് സംഭവിക്കാനാ? കൊച്ചേർക്ക, ആ ബിട്ടു ആ പാറക്കല്ല് നമ്മുടെ നേർക്ക് ഉരുട്ടി വിട്ടെന്ന് തോന്നുന്നു. അവനെ അങ്ങനെ വിട്ടേ പറ്റില്ല. വാ, നടക്ക, പിടിക്കാം. ബിട്ടു കാരണം എന്റെ മേക്കപ്പ് മുഴുവൻ അലങ്കോലമായി. കഷ്ടം. വേദൂര കണ്ണാടി ഇങ്ങ് എടുത്തോണ്ട് വന്നേ പെട്ടെന്ന്. എത്ര നന്നായിട്ടാ പെയിന്റിംഗ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവളുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക് പുരട്ടാൻ മറന്നുപോയി ആ പെയിന്റർ. എന്റെ റിവോൾവർ ഇവിടെ.
പ്രേതം. ബിട്ടു, നീ ഇതെവിടെയാ? വേഗം തിരിച്ചു വാ ബിട്ടു. അയ്യോ അയ്യോ പ്രേതം. ഓ അമ്മാവ, എവിടെ പ്രേതം? ആ പെയിന്റിംഗ് എന്റെ തൊപ്പി അടിച്ചു മാറ്റി. തൊപ്പി എന്റെ കയ്യിലുണ്ടല്ലോ, ചിലപ്പോ തിരിച്ചു വെച്ചതായിരിക്കും. പെയിന്റിംഗില് പ്രേതമുണ്ട്. പ്രേതം മാഡത്തിന്റെ റിവോൾവർ തട്ടിയെടുത്തു. ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. അമ്മാവന് ഇവിടെയാ പ്രേതത്തിനെ കണ്ടത്, മാഡത്തിന് അവിടെയും. ഇത് കണ്ടില്ലേ, എല്ലായിടത്തും മണ്ണും പൊടിയും. നടുവിലൂടെ മുന്നിലെ ഭിത്തിയിലോട്ട് ഒരു വഴിയും ഉണ്ട്. അവിടെ ഒരു വാതിലുണ്ടാവുന്നാ തോന്നുന്നേ. എടാ കൊച്ചേർക്ക, നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. പ്രേതങ്ങളെ എനിക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അമ്മ, ഇവരെന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുക. എന്റെ നാണയോ ഇവരെടുത്തു അമ്മാവാ. നിങ്ങൾ ആരെയും സറണ്ടർ ചെയ്യാ. പോലീസ് മാഡം ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കാറ്റ് നൃത്തം ചെയ്യുന്ന മയിലിനെയും നാട്ടിൽ വിലസുന്ന കള്ളനെയും ആരെ കൊണ്ട് പിടിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ ഇവിടെയാണ് മോഷ്ടിച്ച സാധനങ്ങൾ സൂക്ഷിക്കുന്നത്. ഈ കോട്ടയിൽ വരുന്ന ജനങ്ങളെ പ്രേതങ്ങളെ പോലെ പേടിപ്പിക്കുകയും ചെയ്യും. എങ്കിലേ ആരും ഇങ്ങോട്ട് വരാതിരിക്കൂ. പിന്നെ ഞങ്ങൾ മോഷ്ടിച്ച സാധനങ്ങൾ ആരും കാണാനിടവരില്ല. ഇവരെ പിടിച്ചു കേട്ടോ. എടാ കൊച്ചേർക്ക, ഈ കഥകിന്റെ കാര്യം എന്തായി? ഇവരിതെവിടെ പോയി? അമ്മാവനും അനന്തരവനും അപ്രത്യക്ഷം പ്രേതം. പോലീസ് മാഡം, കൊച്ചേർക്ക, നീ ഇതെങ്ങോട്ടാ പോയേ? ബഹദൂറെ, അമ്മാവനെ അനന്തരവനെയും പ്രേതങ്ങൾ പിടിച്ചോണ്ട് പോയടാ. മാഡം, നമുക്ക് ഇവിടെ ഓടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ അവർ നമ്മളെയും പിടിച്ചു വിഴുങ്ങും. ഓം ശക്തി പരാശക്തി, ഓം ശക്തി പരാശക്തി, ഓം ശക്തി പരാശക്തി. അമ്മാവനും അനന്തരവനും നിങ്ങൾ ശേഷിക്കുന്ന കാലം അത്രയും ഇവിടെ തടവിൽ കിടക്കേണ്ടി വരും. ഞങ്ങളോട് ഉടക്കാൻ വന്ന ഉടച്ച കൈ തരും ഞങ്ങള്. ഏത് കൊലകൊമ്പനെയും മുട്ടുകുത്തിക്കും ഈ അമ്മാവനും അനന്തരവനും. എടോ, ആ ഹേറ്റൊന്ന് പിടിക്ക്, അല്ലെങ്കിൽ ആ ഡോർ ഉടനെ തന്നെ തുറക്കപ്പെടും. കൊച്ചേർക്ക, നീ എവിടെയാടാ? മാഡത്തിന്റെ പുറകില്. എന്റെ പുറകിലില്ലടാ, ഈ ചുമരിന്റെ പുറകിലാ നീ ഉള്ളത്. നിന്നെ പ്രേതം പിടിച്ചോണ്ട് പോയി. മാഡം, അത് ശരി, ഇവിടെ സൂത്രക്കാരൻ കള്ളനും സംഘവും ഉണ്ടായിരുന്നല്ലേ? അത് ഞാൻ അറിഞ്ഞില്ല. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും പോലീസിന്റെ തൊഴിയിൽ നിന്നും രക്ഷയില്ലടാ. പിടിച്ചോ. കണ്ടില്ലേ എന്റെ മെറ്റൽ ഹാറ്റിന്റെ ശക്തി? ഇതെറിഞ്ഞാൽ ശത്രുക്കൾ താഴ്ത്തും പത്തി.
ആ എങ്ങോട്ടാ ഓടുന്ന സൂത്രക്കാരൻ കള്ള? കാട്ടിൽ നൃത്തം ചെയ്യുന്ന മയിലിനെ പിടിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ സൂത്രക്കാരൻ കള്ളനെ പിടിക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല. ഇനി നീ ജയിലിൽ അഴിക്കകത്ത് കിടന്ന് സമാധാനത്തോടെ മയിലിനെ പോലെ നൃത്തം ചെയ്തോണം കേട്ടോടാ. താങ്ക് യു, നീയായി തന്നെ രക്ഷിച്ച്. എനിക്ക് സ്വർണ്ണ നാണയങ്ങളൊന്നും വേണ്ട. താങ്ക് യു വൺസ് അഗൈൻ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? അതെ, പെർഫെക്റ്റ്, ഓക്കേ.